2000-ലധികം ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ. അവ പർവ്വതങ്ങളിൽ സുരക്ഷിതം. കടന്നൽക്കൂട്ടം പോലെ ഇളകി വരുന്ന 10,000-ലധികം ഡ്രോണുകൾ. അവയും ഒളിയിടങ്ങളിൽ സുരക്ഷിതം. ഇതാണ് ഇറാന്റെ കരുത്ത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് വീമ്പ് പറയുന്നതല്ലാതെ ഇറാനെ കയറി അടിക്കാൻ മുതിരാത്തത്. ഖൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നും ഖൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കി ഇറാനിൽ പുതിയ ഭരണകൂടം കൊണ്ടുവരുമെന്നും ഒക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമല്ല. ഖൊമൈനിക്ക് 85 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു, തനിക്ക് പിൻഗാമിയായി. മാത്രമല്ല, ഇറാൻ ഭരണകൂടം ഒറ്റക്കെട്ടായി ഖൊമൈനിക്ക് പിറകിലാണ്. ഇറാന്റെ സൈന്യമായ IRGC റവല്യൂഷണറി ഗാർഡ് റിപ്പബ്ലിക് കോർപ്സ് ഖൊമൈനിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഇറാൻ സൈന്യത്തിൻ്റെയും ഇറാൻ ഭരണകൂടത്തിൻ്റെയും പിന്തുണ ഖൊമൈനിക്ക് ഉള്ളിടത്തോളം കാലം ഖൊമൈനിയെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഗൾഫ് നാടുകളിലെ സൈനിക താവളങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് അമേരിക്കയെ അനുവദിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി അമേരിക്കയ്ക്ക് ഉണ്ട്. പിന്നെയുള്ളത് ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കുകയാണ്. അതും അസാധ്യമായ സംഭവമാണ്. ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചതിൻ്റെ വിപത്ത് ഇസ്രായേൽ നന്നായി അനുഭവിച്ചറിഞ്ഞു 6 മാസം മുമ്പ് നടന്ന 15 ദിന യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ തുരത്തിക്കളഞ്ഞു ഇറാൻ. അവസാന മിസൈലും ഇസ്രായേലിനുള്ളിൽ പതിപ്പിച്ച ശേഷമാണ് അന്ന് ഇറാൻ യുദ്ധം നിർത്തിയത്. അന്ന് ഇറാന്റെ സൈനിക ശക്തിയെ, മിസൈൽ ശേഖരത്തെ നശിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. മിസൈൽ ശേഖരത്തെ നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ഇറാൻ ആണവ നിലയങ്ങളെ തകർക്കാൻ ഇസ്രായേൽ അമേരിക്കൻ സഹായം തേടി. അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടപ്പോൾ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ച് ഇറാൻ തിരിച്ചടി നൽകി. അതോടെ ഇറാനുമായി സന്ധി ചെയ്യേണ്ടി വന്നു ട്രംപിന്. ഇപ്പോൾ ഇറാനിൽ പ്രക്ഷോഭം പടരുകയാണ്. പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ IRGC ഇറങ്ങിക്കഴിഞ്ഞു. IRGC മൊസാദ് ചാരന്മാരെ, 1000-ഓളം മൊസാദ് ചാരന്മാരെ വധിച്ചതായാണ് റിപ്പോർട്ട്. ഇതുവരെയുള്ള പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 2000-ലധികമായി ഉയർന്നു. ഇതിൽ 1000-ഓളം പേർ മൊസാദ് ചാരന്മാരാണ് എന്നുള്ളതാണ് വൈരുദ്ധ്യം. ഇറാൻ ടെലിവിഷൻ, ദേശീയ മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇറാനിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് അമേരിക്കയാണെന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഖൊമൈനി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് പോകും. കാരണം ആഭ്യന്തര പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഇറാന് ആ യുദ്ധത്തിലൂടെ സാധിക്കും. ഇറാനെ കീഴടക്കുക, വെനസ്വലയെ കീഴടക്കിയതുപോലെ ഇറാനെ കീഴടക്കുക അസാധ്യമാണ്. വെനസ്വല ഒരു കുഞ്ഞൻ രാഷ്ട്രമാണ്. ഇറാൻ ലോകത്തെ സൈനിക ശക്തികളിൽ ഒന്നാണ്. അവരുടെ കയ്യിൽ അണുവായുധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരയ്ക്കും ലോകത്തിന് അറിയില്ല. ഇതൊക്കെ കൊണ്ടാണ് ഇറാനെ ആക്രമിക്കുന്ന പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയത്. ഖത്തറിലെ വിമാനത്താവളത്തിൽ അമേരിക്കൻ പോർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തെങ്കിലും ഇപ്പോൾ ആക്രമണത്തിൽ നിന്ന് വാചക കസരത്തല്ലാതെ യഥാർത്ഥ ആക്രമണത്തിലേക്ക് അമേരിക്ക പോയിട്ടില്ല. ഇസ്രായേലിനെ കൊണ്ട് ആക്രമിക്കാമെന്ന് വെച്ചാൽ ടെൽ അവീവ് വരെ നീളുന്ന മിസൈൽ ശക്തി തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ 6 മാസത്തിന് മുമ്പ് നടന്ന 15 ദിന യുദ്ധത്തിൽ തെളിയിച്ചു. വേണ്ടി വന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങളെ തകർക്കാൻ ഇറാന്റെ ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിക്കും.
റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത മിസൈലുകൾ ഇറാനുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മിസൈലുകളുണ്ട്. അതിനപ്പുറം ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ ശേഖരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ ഭയക്കണം ട്രംപും ഇസ്രായേലും. 15 ദിന യുദ്ധത്തിൽ ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞു. നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു. പക്ഷേ അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ പൊരുതിയ രീതി അത് ലോകത്ത് തന്നെ വിസ്മയിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തുള്ള രാജ്യമാണ് ഇപ്പോൾ ഇറാൻ. പശ്ചിമേഷ്യയിൽ ഇറാൻ നിയന്ത്രിക്കുന്ന ഇസ്ലാം സായുധ സംഘടനകൾ, പോരാളികൾ ഉണ്ട്. ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തി വിമതരും ഒക്കെ ഇറാൻ നിയന്ത്രണത്തിലുള്ള സായുധ പോരാളികളാണ്. അവർ ശക്തമായ രീതിയിൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവർ ശക്തമായ രീതിയിൽ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും. ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിൽക്കൽ അമേരിക്കയെ കൊണ്ടെത്തിക്കും ഇത്. അതുകൊണ്ടാണ് ട്രംപ് വാചകമടിക്കുന്നതല്ലാതെ ഇറാനെ കയറി തൊടാൻ മടിക്കുന്നത്. ഖൊമേനിക്കാകട്ടെ ഇപ്പോൾ ഒരു യുദ്ധം അനിവാര്യവുമാണ്. കാരണം ആഭ്യന്തര പ്രക്ഷോഭത്തെ ഒരു പരിധിവരെ മറികടക്കാൻ, ജനക്കൂട്ടത്തെ ഒന്നിച്ചു നിർത്താൻ ഒരു യുദ്ധം ഇറാന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ പർവ്വതങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് പതിക്കും. ഇസ്രായേലിൻ്റെ ടെല്ലവീവ് വരെ മിസൈലുകൾ പതിപ്പിക്കാൻ ഇറാന് കഴിയും. ഈ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പോരാ. ഇസ്രായേലിന് അയൺ ഡോമും താഡും ഒക്കെ അമേരിക്ക നൽകിയിട്ടുണ്ട്. പക്ഷേ 15 ദിന യുദ്ധത്തിൽ, 6 മാസം മുമ്പ് നടന്ന 15 ദിന യുദ്ധത്തിൽ അയൺ ഡോമിനെയും താഡിനെയും മറികടന്ന് ഇസ്രായേലിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു. ഇറാനെ അന്ന് ഇസ്രായേൽ വളരെ ക്രൂരമായാണ് ആക്രമിച്ചത്. സാധാരണക്കാരാണ് ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ ഏറെയും. പക്ഷേ IRGC എന്ന ഇറാൻ്റെ പ്രശസ്തമായ സൈന്യം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇസ്രായേലിന് മുട്ടുമടക്കേണ്ടി വന്നു ഇറാൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ട്രംപ് വീമ്പ് പറയുന്നതല്ലാതെ കയറി അടിക്കാൻ മുതിരാത്തത്. വീമ്പ് പറയുന്നത് മാത്രമാണ് ട്രംപിൻ്റെ രീതി. അങ്ങനെ പ്രക്ഷോഭക്കാരെ പരമാവധി ഇളക്കിവിടുക എന്നുള്ള തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ ഇറാനിൽ പയറ്റുന്നത്. അതിനപ്പുറം ഇറാനെ ആക്രമിച്ചാൽ പൊള്ളുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനായി തങ്ങളുടെ നാട്ടിലുള്ള സൈനിക താവളം അനുവദിക്കുകയും ഇല്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വീമ്പ് പറയുന്നതല്ലാതെ ഇറാനെ കയറി തൊടാൻ മടിക്കുന്നത്. ഖൊമൈനിയെ വധിച്ചാൽ തന്നെ ഇറാൻ്റെ ഭരണകൂടം മാറില്ല. ഖൊമൈനി തനിക്ക് പിൻഗാമിയായി പുരോഹിതനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്നാണ് ഇറാൻ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തനിക്ക് പിൻഗാമിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞ ഖൊമൈനി ഇനിയിപ്പോൾ ആത്മീയമായ ജീവിതമാകും നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടം മാറുന്നില്ല, ഇറാനും മാറുന്നില്ല. ഇറാനെ തകർക്കാനും ഇറാൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും മൊസാദ് ചാരന്മാരെ അയച്ച ഇസ്രായേലിനും അക്കിടി പറ്റി. 1000-ഓളം മൊസാദ് ചാരന്മാരെയാണ് IRGC കാലപുരിക്ക് അയച്ചത്. ഇറാൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇത്. ഈ റിപ്പോർട്ട് ആദ്യമൊക്കെ പൂഴ്ത്തിവെച്ചു പാശ്ചാത്യ മാധ്യമങ്ങൾ. ഇപ്പോൾ റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് സമ്മതിക്കുന്നു. മാത്രമല്ല, ട്രംപിന് ഇറാൻ യുദ്ധത്തിൽ 6 മാസം മുമ്പ് നടന്ന ഇറാൻ യുദ്ധത്തിൽ ഒരു ലാഭവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇറാൻ്റെ ആണവ നിലയങ്ങളെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞില്ല. ഇറാൻ്റെ മിസൈൽ ശേഖരത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇറാൻ്റെ ശാസ്ത്ര പദ്ധതികളെ, ശാസ്ത്ര പരീക്ഷണശാലകളെ
പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ യുദ്ധം കൊണ്ട് ഇറാന് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായി. പാശ്ചാത്യ നാടുകളുടെ ഉപരോധം ഇറാനെ സാമ്പത്തികമായി വലച്ചു. അതാണ് ഈ പ്രക്ഷോഭത്തിന് കാരണം. ഈ പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇറാന് കഴിയുമെന്ന് ഖൊമേനി പറഞ്ഞു കഴിഞ്ഞു. മൊസാദ് ചാരന്മാരെ ഇറാൻ സൈന്യം പിടികൂടി വധിച്ചതോടെ മൊസാദിൻ്റെ കള്ളക്കളിയും പുറത്തായി. എന്തായാലും 2000-ഓളം ഹെവി ബാലിസ്റ്റിക് മിസൈലുകളും കടന്നൽക്കൂട്ടം പോലെ ഇളകിയാർക്കുന്ന ഡ്രോണുകളുമുള്ള ഇറാനെ തൊട്ടാൽ പൊള്ളുമെന്ന് ട്രംപിനിപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ട്രംപ് ഇറാനെ ആക്രമിക്കാത്തത് എന്നത് വ്യക്തം.